വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും അറിവും വളർത്തേണ്ട ഇടങ്ങളാണ് സ്കൂളുകൾ. ലോകത്തിന്റെ ഭാവിയെ തന്നെ ഒരുക്കിയെടുക്കുന്ന ഇടം. മികച്ച പൗരന്മാരായി സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ട മനുഷ്യരെ വാർത്തെടുക്കേണ്ട കേന്ദ്രങ്ങൾ. എന്നാൽ ജീർണമായ വ്യവസ്ഥിതിയിലേക്കും അടിമത്തത്തിലേക്കും നയിക്കുന്ന പിന്തിരിപ്പൻ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തികൾ ഒരു കാരണവശാലും വിദ്യാലയങ്ങളിൽ നടക്കാൻ പാടില്ല. ഭാരതീയ വിദ്യാനികേതന്റെ നേതൃത്വത്തിലുള്ള ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാലു കഴുകിച്ച സംഭവം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അധ്യാപകരുടെ കാലു കഴുകിയാണോ വിദ്യാർത്ഥികൾ ബഹുമാനവും കടപ്പാടും കാണിക്കേണ്ടത്? എന്ത് മാതൃകയാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്? വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ടത് ജനാധിപത്യ ബോധമാണ്. ഗുരുപൂജ പോലെയുള്ള ആചാരങ്ങളെ വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. കേന്ദ്ര സർക്കാരിന് കീഴിൽ RSS നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സരസ്വതി വിദ്യാലയം, ഭാരതീയ വിദ്യാനികേതൻ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബന്തടുക്ക കക്കച്ചാൽ സരസ്വതി വിദ്യാനികേതൻ, തൃക്കരിപ്പൂർ ചക്രപാണി വിദ്യാമന്ദിരം, ചീമേനി വിവേകാനന്ദ വിദ്യാമന്ദിരം, മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂൾ, കണ്ണൂരിലും ആലപ്പുഴയിലുമെല്ലാം ഈ ബ്രാഹ്മണിക് ദുരാചാരം നടന്നു. പരിഷ്കൃത സമൂഹത്തിന് ചേരാത്തതാണ് ഈ പാദപൂജയെന്ന് അറിയാഞ്ഞിട്ടാണോ? വിദ്യാർത്ഥികളിൽ യുക്തിചിന്തയും ശാസ്ത്രബോധവും വളർത്തേണ്ട സ്കൂളുകളെ പ്രാകൃത കാലത്തേക്ക് കൊണ്ടുപോവുകയാണ് സംഘപരിവാർ. അധ്യാപകരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനുമുള്ള ചിന്തയാണ് വിദ്യാർത്ഥികളിൽ വളർത്തേണ്ടത്. കേരളം നേടിയ പുരോഗതിയെ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ഇല്ലാതാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാണ്. പാഠപുസ്തകങ്ങളിൽ കെട്ടുകഥകളും ചരിത്ര നിഷേധവും മതവിദ്വേഷവും ആവോളം കുത്തിനിറക്കുന്നുണ്ട് അവർ. മനുസ്മൃതിയെ അടക്കം പാഠ്യവിഷയമാക്കാനും ശ്രമമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൈപ്പിടിയിലാക്കാനുള്ള ശ്രമം വേറെ. ഇതിനിടെയാണ് വിദ്യാഭ്യാസത്തിന്റെ മൂല്യം ഇല്ലാതാക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾ. പോരാടി നേടിയത് തന്നെയാണ് സാർവത്രിക വിദ്യാഭ്യാസം. അതാരും വെറുതെ വെച്ചു നീട്ടിയതല്ല. അവർണർക്ക് അക്ഷരം നിഷേധിച്ച സവർണാധിപത്യത്തിനെതിരെ നിരന്തരം പോരാടിയ ചരിത്രമുണ്ട് നമുക്ക്. അങ്ങനെയുള്ള വിദ്യാഭ്യാസ അവകാശം ഒരാളുടെയും കാൽപാദങ്ങളിൽ സമർപ്പിക്കരുതെന്ന മനുഷ്യാവകാശ പാഠമാണ് കുട്ടികൾ പഠിക്കേണ്ടത്. ഏത് വിദ്യാലയമായിരുന്നാലും കുട്ടികളെ കൊണ്ട് കാല് കഴിയിപ്പിക്കുന്നത് കേരളത്തിന്റെ സംസ്കാരമല്ല. അതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികളെ കൊണ്ട് കാലു കഴുകിക്കുന്നത് കേരളത്തിന്റെ സംസ്കാരമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിഷയത്തിൽ റിപ്പോർട്ടും തേടിയിട്ടുണ്ട് മന്ത്രി.